ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ സീക്രട്ട് ഏജന്റ് ആൻഡ് PR വിനു ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈവിനകത്ത് കുറേ കാര്യങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. ഇവർ നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഈ സീക്രട്ടും ഈ പറയുന്ന വിനു സായി ചെയ്യാൻ പോകുന്ന ഏതോ ഒരു മൂവിയുടെ ഡയറക്ടറെ കണ്ടാണ് ഈ പറയുന്ന PR വിനു. ഓക്കെ, PR വിനു ആരാണെന്ന് അറിയാലോ, നമ്മുടെ അനുമോളുടെ ഈ വട്ടത്തെ PR. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. തൊപ്പി, വിക്കി തഗ്, ഹക്കീം, അങ്ങനെ ഒരു എട്ടൊമ്പത് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് ഇരുന്ന് 2 ദിവസം അടിക്കുമ്പോ എത്ര വോട്ട് കാണാൻ ചാൻസ് ഉണ്ട്? ഞാൻ പറഞ്ഞ ഈ കൂട്ടത്തിൽ ആകെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള തൊപ്പിക്കാണ്. വിക്കിക്കില്ലേ ഇതിന്റെ വാക്ക് കേട്ട് ആര്, ഞാൻ തന്നെ ഓനെപ്പോ വിളിച്ചാടി, ഓന്റെ വാക്ക് കേട്ട് ആരോട്ടി ഒരു മനുഷ്യൻ ഓന്റെ വാക്ക് കേട്ട് വോട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞാലോ വിക്കി പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ കാസറ്റ് പറഞ്ഞാലോ ഒന്നും ആരും വോട്ട് ചെയ്യില്ല. തൊപ്പി പറഞ്ഞാൽ ചിലപ്പോ ഒരു 5000 10,000 വോട്ടേ ഉള്ളൂ. അതിലും കൂടുതൽ വീഴാൻ പോണില്ല, കൺഫേം വീഴില്ല. ആര് ചെയ്യാനാ? ക്രെഡിബിലിറ്റി മാറ്റേഴ്സ്. ഒരു മനുഷ്യൻ ചെയ്യില്ല. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതില് വോട്ട് വീണിട്ടില്ല സായിക്ക് പറയാൻ പറ്റുമോ? വീണിട്ടുണ്ടാവും, പക്ഷെ അത് എത്ര തൊപ്പി ഒരൊറ്റ ആള് കാരണം പിന്നെ തൊപ്പിയുടെ ലൈവില് ഇതിനകത്തെ വോട്ടിന്റെ മാറ്ററിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവരെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, തൊപ്പിക്ക് ഒരു 10,000 വോട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ കൂടുതലുണ്ട്. സായി വിചാരിക്കുന്നതിന്റെ മേലെ വോട്ട് വന്നിട്ടുണ്ട്. 1 ലക്ഷം വോട്ട് വരും. ഞാൻ 1 ലക്ഷം എന്ന് പറയുന്നില്ല, ഏകദേശം അതിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 2 ദിവസം സ്ട്രീം ചെയ്ത് 2 സ്ട്രീമിങ്ങിലും 30-35 അടുത്ത് സ്ട്രീമേഴ്സ്, മനസ്സിലായോ? 30-35,000 സ്ട്രീമേഴ്സ്. തൊപ്പി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷിയാസ് കരീം അടക്കം പല സ്റ്റാറുകളും അനുഭവം. അപ്പം അനീഷിന് വേണ്ടിയിട്ട് തൊപ്പി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സായി പറയുന്നത് തൊപ്പിയുടെ സ്ട്രീമിങ് കാരണം ഒരു 10-10,000 വോട്ട് മാത്രമായിരിക്കും അനുമോൾക്ക് പോയിട്ടുള്ളത് മാക്സിമം. എൻ്റെ ഒരു കണക്കൂട്ടിൽ അത് തന്നെയാണ്. ഒരു 10 അല്ലെങ്കിൽ 20,000 വോട്ടൊക്കെ തൊപ്പി കാരണം കയറാൻ സാധ്യതയുള്ളൂ. നമ്മൾ അങ്ങോട്ടൊരു വാക്ക് പറയുമ്പോഴത്തേക്ക് 20,000 പേര് പോയി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പോട്ടെ, 10,000 പേര് പോയി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. തൊപ്പിക്ക് ആ ഒരു പീഗ്രി പിള്ളേരുടെ ഫാൻ ബേസ് ഉണ്ട്. അവന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാശിപ്പുറത്ത് പോയിട്ട് ചെയ്യും. എന്നാൽ നമ്മുടെ വിനു PR വിനു പറയുന്നത് സായി വിചാരിക്കുന്ന പോലല്ല, ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ തൊപ്പി കാരണം അനീഷിന് കയറിയെന്നാണ്. വോട്ടവർ കയറുകയോ കയറാതിരിക്കുകയോ. എനിക്ക് ഇന്നലെ ചോദിച്ച ആ ഒരു ചോദ്യം എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളൂ. ഈ വോട്ട് ഇവൻ എങ്ങനെ അറിഞ്ഞു? തൊപ്പി കാരണം ഇത്രയും വോട്ട് കയറി ഇവൻ എങ്ങനെ അറിഞ്ഞ്? എനിക്കത് മനസ്സിലാവാത്ത. അപ്പൊ ഈ വിനുവിന് അതിന്റെ അകത്ത് ആളുണ്ട്, ഈ വോട്ടിന്റെ എണ്ണം ഒക്കെ ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവൻ നല്ല സൂപ്പർ PR ആണ്, വല്ല കിടിലം PR ആണ്. അവന്റെ കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. അത് എന്ത് നെറികെട്ട കളി വേണമെങ്കിലും കളിക്കും. ആ തരത്തിലുള്ള ഒരു PR ആയിട്ടാണ് എനിക്ക് പേഴ്സണലി വിനുവിനെ ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി ഇന്നലെ ഈ വിനുവിന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ഈ അനുമോളെ പറ്റിയും സായിയൊക്കെ പറ്റി പറയുന്നത്. കുറച്ച് പേജുകളിൽ കടന്ന് കറങ്ങിയ വോയിസ് ആണ്, ഞാൻ അതൊന്ന് വെക്കാം. ഏജന്റ് അനുമോള് നെഗറ്റീവ് വീഡിയോ ഇട്ടിരിക്കുകയാണ്. എന്തിനാണ്? സീക്രട്ട് നെഗറ്റീവ് പറഞ്ഞ പുറത്ത് പോസ്റ്റ്. അത് ഇതേപോലുള്ള പല ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഡെയിലി എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടന്റ് ഇടുന്നത്, അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്റെ സ്ട്രാറ്റജി അങ്ങനെയാണ്. ഇതേപോലെ പല പരിപാടികൾ ചെയ്യാം. ഫസ്റ്റ് വീക്കിന് നെഗറ്റീവ് ആക്കാൻ നോക്കിയത് അനുമോളല്ലേ ഓൺലൈനില്. സെയിം ഞാൻ ഈ അനുമോളിന്റെ കരച്ചിലോളി 2-3 ആഴ്ചത്തേക്ക് കരച്ചിലോളി എന്ന് വിളിക്കത്തുള്ളൂ. ആൾക്കാർ അത് യൂസ്ഡ് ആവും. ഞാൻ തന്നെയാണ് ഈ കരച്ചിൽ പ്രൊമോട്ട് ചെയ്യണത്. ലാസ്റ്റ് പറഞ്ഞു കേട്ടോ, അവൻ തന്നെയാണ് ഈ കരച്ചിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അനുമോളുടെ കരച്ചിൽ പരിപാടി ബിനു തന്നെ പ്രൊമോട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ഡീഗ്രേഡ് ചെയ്തിട്ട് കയറ്റിക്കൊണ്ട് വരുന്ന ഒരു ടാക്ടിക്സ് പിടികിട്ടിയോ? വൻ PR ആണ് ഇവൻ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലുള്ള കളികളൊന്നും അല്ല വിനുവിന്റെ കയ്യിരിക്കുന്നത്. വിനു വലിയ കളിയാണ് കളിക്കുന്നത്. ചിലപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും ഇവൻ എന്തൊക്കെ പരിപാടി ഞാൻ തൊപ്പിച്ച് വെച്ചേക്കുന്നതെന്ന്. നമ്മുടെയൊക്കെ വിചാരം എന്താണ്? PR എന്ന് പറഞ്ഞ് ഞാൻ 5-6 റീൽസ് ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് ഇതിനാണ് ഇത്രയും പൈസ കൊടുക്കുന്നത്. ഇതിന് ഇത്രയും പൈസ കൊടുക്കണം. ഇതൊന്നും അല്ലടേ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മറപ്പിക്കുക. ഏത് രീതിയിലും വോട്ട് ഉണ്ടാക്കി കൊടുക്കുക. അത് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കാം, അത് ഓർഗാനിക്കായിട്ട് അല്ലാതെ ഉണ്ടാക്കാം. ഇപ്പൊ നമുക്കെതിരെ ഒരു നെഗറ്റീവ് സാധനം വരികയാണ്, അതങ്ങ് വെളുപ്പിച്ചിട്ട് അയാളെ അങ്ങ് വിക്ടിം ആക്കിയിട്ട് ആ ഒരു സഹതാപം ഒരു വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊക്കെ ഓർഗാനിക് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ശരിക്കും പരിപാടി ഇതിനകത്ത് ഈ സീസണിൽ വിനു എടുത്തിട്ടുണ്ട്. വിനു ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, വിനു ഇല്ലായിരുന്നെങ്കിൽ അനുമോളെ 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചവിട്ടി പുറത്താക്കിയാണ്. കറക്റ്റാണ് പുള്ളി പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഇന്നലെ ഒരു പുള്ളിക്കാരത്തി എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ പേര് ആ ഒരു വീഡിയോക്കകത്ത് പറയാത്തതിന്റെ പേരിൽ ഞാനും
പുള്ളിക്കാരത്തിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്കാരത്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയുടെ കാര്യമാണ് പറയണത്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വീഡിയോ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എൻ്റെ വാഗൊണ്ടൊന്നും ഞാനത് പറഞ്ഞിട്ടില്ല. വിനു 30 ലക്ഷത്തിന്റെ കാര്യവും 15 ലക്ഷത്തിന്റെ കാര്യവും 5 ലക്ഷത്തിന്റെ കാര്യവും 1.5 ലക്ഷത്തിന്റെ കാര്യവും ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയൊന്നുമല്ല. ഇത്തായിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. വിനു തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരത്തി ഒന്നിന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള സാധനം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വെറുതെ വന്നിരുന്ന് സംസാരിച്ചതല്ല ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ടാക്കിൾ ചെയ്ത് സംസാരിക്കുകയുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ നിഗമനം തെറ്റാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. എനിക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല. തെറ്റ് പറ്റിയാൽ തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ല, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, അതിനകത്ത് നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, അനുമോൾക്ക് PR ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ മതി. കാര്യം അനുമോൾ ഭയങ്കര ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ശൈത്യക്ക് അധികം ഫെയിം ഇല്ല, അതുകൊണ്ട് അവർക്ക് PR ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസ വേണം. സോ മേ ബി ശരിയായിരിക്കാം നിങ്ങൾ പറഞ്ഞത്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഒരു കാര്യം വിനു പറയുന്നുണ്ട്. മൈ സ്റ്റോൺ മേക്കേഴ്സിൽ കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയൊരു ഭാഗം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ആങ്കർ ചോദിക്കുന്ന ചോദ്യമാണ്, ബിഗ് ബോസ് ഹൗസിനകത്ത് ഡാമേജ് കൺട്രോളിന് വേണ്ടി PR സപ്പോർട്ട് കൂടുതൽ വേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് നിലവിൽ ഇപ്പോൾ ആയിരിക്കും? ഹനുമോൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കേട്ടല്ലോ, ഡാമേജ് കൺട്രോളിന് വേണ്ടിയിട്ട് PR സപ്പോർട്ട് കൂടുതൽ വേണ്ടി വരുന്ന ആൾ ആരാണ്? അനുമോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ PRകൾ അത്രയും വർക്ക് എടുക്കണം. വെറുതെ അതിന്റെ അകത്ത് പോയി മിണ്ടാതിരിക്കുന്ന ടീംസിന് PR പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ശൈത്യയുടെ കാര്യം, ശൈത്യക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത്ര പൈസ സ്പെൻഡ് ചെയ്തേക്കുന്നത്. അനുമോൾക്ക് അവിടെ വോട്ട് മറിക്കേണ്ട ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തേർഡ് വീക്കിലോ ഒന്നും അനുമോൾക്ക് വോട്ട് മറിക്കേണ്ട ആവശ്യം വരുന്നില്ല. അനുമോൾക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഒരു വോട്ടേഴ്സ് ഉണ്ട്. അനുമോൾ അതിനകത്ത് കാണിക്കുന്ന കുറച്ച് നെഗറ്റീവ് സാധനങ്ങളുണ്ട്, അതൊന്ന് വെളുപ്പിച്ചെടുക്കൽ മാത്രം മതി വിനുവിന്. ബാക്കിയുള്ള വോട്ടും കൂടെ ഓർഗാനിക് ആയിട്ട് അനുമോൾക്ക് കിട്ടിക്കോളും. അത് മാത്രം വിനു ചെയ്താൽ മതി. ഇപ്പൊ വിനു പറയുന്നതിന്റെ കൂട്ട് അനുമോളുടെ ORM ആണല്ലോ, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അനുമോളുടെ റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പണിയെടുക്കണം. കാരണം അത്രയും നെഗറ്റീവ് സാധനമാണ് അനുമോൾ അവിടുന്ന് ഇങ്ങോട്ട് വിട്ടത്. ഇവിടുന്ന് അത് എങ്ങനെയൊക്കെയോ പുള്ളി കഷ്ടപ്പെട്ട് വെളുപ്പിച്ചെടുത്തതാണത്. അത് വെറുതെ ഇരുന്ന ഒന്നും നടക്കത്തില്ലിത്ത, അതൊന്ന് മനസ്സിലാക്കണം. പണിയെടുക്കണം അവന്. അത് ഈ 1 ലക്ഷം രൂപയുടെ പണിയൊന്നും എടുത്താൽ പോരാ, നല്ല പണിയെടുക്കണം. അല്ലാതെ 10,000 രൂപയും വണ്ടിക്കൂലിയും ചായയും കൊടുത്തിട്ട് എടാ ഒന്ന് വെളുപ്പിക്കാൻ പറഞ്ഞ നടക്കുന്ന പരിപാടിയല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ശൈത്യയുടെ ഇത് വെച്ചിട്ട് അനുമോളുടെ ഇത് കമ്പയർ ചെയ്യാൻ വരരുത്. എനിക്ക് അത്രയും കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുള്ളൂ. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ബാക്കി നോക്കാം. ഞാൻ സായി പറഞ്ഞ സാധനം തന്നെ തിരിച്ചു പറയുന്നു. തൊപ്പി അവിടെ പറഞ്ഞത് ബിഗ് ബോസ് ഷോ കാണാത്ത കുറെ മൈനേഴ്സ് തൊട്ടുള്ള ആൾക്കാരോട് ഒരു വാശിപ്പുറത്ത് ജയിക്കണം എന്നുള്ള രീതിയിൽ ജയിപ്പിക്കുന്ന ഒരു പ്രക്രിയനെ ഞാൻ എതിർക്കുന്നു. ഞാനും എതിർക്കുന്നു. ബിഗ് ബോസ് കാണാത്ത ഒരു പറ്റം ആളുകൾ വന്നിട്ട് ഒരു വ്യക്തിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യാണ്. അത് ഒട്ടും ഫെയർ അല്ല. ഞാനും അത് എതിർക്കുന്നു. തൊപ്പി ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തത്. തൊപ്പി ചെയ്തത് തെറ്റാണ്. വിനു തന്നെ പറയുന്നത് അത് തെറ്റാണ്. സായിയും അത് തെറ്റാണെന്ന് പറയുന്നു, ഞാനും അത് തെറ്റാണെന്ന് പറയുന്നു. എന്നാൽ ഈ പറഞ്ഞ വിനു തന്നെയാണ് കഴിഞ്ഞ തവണ ജിൻഡോയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊപ്പിയെ ഇറക്കിയത്, അല്ലെങ്കിൽ തൊപ്പിയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത്. ഇപ്പൊ വിനുവിന് വേണമെങ്കിൽ പറയാം, തൊപ്പിയുടെ ഫ്രണ്ട് അച്ചായം പറഞ്ഞിട്ടാണ് തൊപ്പി വോട്ട് ചോദിച്ചതെന്ന്. അത് തെറ്റാണെന്ന് വിനുവിന് അന്ന് തോന്നിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് തൊപ്പിയെ വിലക്കിയില്ല? അപ്പൊ തൊപ്പിയെ കൊണ്ട് കഴിഞ്ഞ വട്ടം ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് മറിച്ച സമയത്ത് അത് തെറ്റാണെന്ന് വിനുവിന് തോന്നിയില്ല. ഇപ്പോ തന്റെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനുമോൾക്കെതിരെ നിൽക്കുന്ന അനീഷിന് വേണ്ടിയിട്ട് തൊപ്പിയെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയ സമയത്ത് വിനുവിന് അത് തെറ്റാണ്. ഇതാ ഞാൻ പറഞ്ഞു, ഇവൻ അപ്പൊ സാധനങ്ങളോട്ട് മറിഞ്ഞിരിക്കും. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോ അടുത്ത വട്ടം ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് PR ആയിട്ട് വരുവാണെങ്കിൽ തൊപ്പിയെ പിടിക്കും, തൊപ്പിയെ കൊണ്ട് വോട്ട് ചോദിപ്പിക്കും, എന്നിട്ട് ഈ സാധനം പിന്നെ മാറ്റി പറയും. എന്റെ പൊന്ന് വിനു, ഇതിനെ സമ്മതിക്കണം കേട്ടാ, നീ പെരിയ കില്ലാടി തന്നെ. അടുത്ത സീസണിൽ ഈ സ്ട്രീമേഴ്സ് ഒരു 10 സ്ട്രീമേഴ്സ് ഇരുന്ന് വിചാരിച്ച ഒരാളെ ഉണ്ടാക്കാം, ഒരു വിജയനെ ഉണ്ടാക്കാം. ഇത് നാളെ ട്രെൻഡ് ആവും. മനസ്സിലായി? ഇത് ഭയങ്കര ഡേഞ്ചറിലേക്ക് അപ്പൊ കൊണ്ടുവരും. എന്റെ പൊന്നു വിനു, നീ ബിഗ് ബോസ് കാണുന്ന വ്യക്തിയല്ലേ? നമ്മുടെ മലയാളത്തിൽ എത്ര കിടിലൻ സ്ട്രീമേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ 10 പേര് എത്ര പേരുണ്ട്? എന്റെ അറിവിൽ അത്യാവശ്യം ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയ ഒരു 3 സ്ട്രീമേഴ്സ് നമ്മുടെ കേരളത്തിലുള്ളൂ. 1 തൊപ്പി, 2 ഈഗിള്, 3 സായി പോപ്പി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈവിനകത്ത് വ്യൂവർഷിപ്പ് കയറുന്നത് തൊപ്പിക്കാണ്. ഈഗിളും സായിപ്പിനും ഒക്കെ ഗെയിം കളിക്കുന്ന പിള്ളേരാണ് അവരുടെ വ്യൂവേഴ്സ്. പക്ഷെ തൊപ്പിയുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറി ഉള്ള പിള്ളേരാണ്. ഇവര് 3 പേരുടെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വോട്ട് മറിക്കാൻ പറ്റും? ഈ വട്ടം ലാസ്റ്റ് വീക്കിൽ കയറി 38 ലക്ഷം വോട്ടാണ്. ഈ 38 ലക്ഷം വോട്ടിനകത്ത് ഒരു 8 ലക്ഷം വോട്ട് ഇവര് 3 പേരുടെ വിചാരിച്ചാൽ മറിയൂ? ഒരിക്കലും അറിയത്തില്ല.
പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിനു ഇതൊക്കെ വന്ന് പറയുന്നത്? നോ ഐഡിയ. അടുത്തോട്ടം തൊപ്പി എടുത്തോട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴേ തൊപ്പിയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ ഇത് ചെയ്യുന്നതെന്നും ഡൗട്ടാണ്. ഞാൻ പറഞ്ഞ ഒരു കാശിന് വേണ്ടിയിട്ട് ഇവർ ആരും ചാടാൻ പാടില്ല. ഞാനൊരു പോയിന്റ് പറയാം. ഞാൻ തൊപ്പിയുടെ സ്ട്രീമിംഗിൽ ഇത് പറയണമെന്ന് ആഗ്രഹിച്ച സാധനമാണ്. അതായത് തൊപ്പി ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു ഇത് PR-നെതിരെയാണ് നമ്മൾ ഈ വോട്ട് ചെയ്യുന്നത്, PR ഭയങ്കര ഡേർട്ടിയാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇതേ തൊപ്പി തന്നെ ബിഗ് ബോസിൽ പോവാൻ ചാൻസ് ഉള്ള സമയത്ത് അത് ബിഗ് ബോസിൽ കയറുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് PR ചെയ്യാൻ പറഞ്ഞ ആളാണ്. എടാ കാട്ട് കള്ളാ തൊപ്പി, മനസ്സിലായോ? അപ്പൊ അത് തൊപ്പി എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാൻ തൊപ്പിയുടെ സ്ട്രീമിംഗ് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല. കാരണം ഇവനാണെങ്കിൽ നമ്മളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കണല്ലോ. ഇവ കള്ളനാണ്, കള്ള തിരുവാലിയാട്ടെ ഈ തൊപ്പി എന്ന് പറയുന്നവൻ. കള്ള ഇത്രേ പറയത്തുള്ളൂ. കഴിഞ്ഞ ഇവിടെ ജിൻഡോയെ ലൈവിൽ കൊണ്ടുവന്ന് 8 ലക്ഷം രൂപ അയക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് മാറ്റി പറഞ്ഞു അത് കോൺട്രാക്ട് ആയിരുന്നു, അത് വേറെ പരിപാടിയായിരുന്നു, കമ്പനി ഇറക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവ മാറ്റി. എന്നിട്ട് ഈ തവണ അഖിൽമാരാറുമായിട്ട് ഉടക്കിയ സമയത്ത് ഈ വിനുവിനെ വിളിച്ചു. വിനു PR ജോലിയാണ് ചെയ്യുന്നതെന്ന് തൊപ്പിക്ക് അറിയ കൂടിയില്ല. ആ രീതിയിലാണ് തൊപ്പി സംസാരിച്ചത്. ആ തൊപ്പി ഇവന്റെ അടുത്ത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്, ബിഗ് ബോസിലാവൻ പോവുകയാണെങ്കിൽ അവന്റെ PR ജോലി ഏറ്റെടുക്കാമെന്ന്. കള്ള വീടുവാനാട്ടോ. വരില്ല ഈ ബിഗ് ബോസ് ഷോയില്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒരു കോമൺ സ്പേസിലാണ് കിടക്കുന്നത്. നമ്മുടെ കോമൺ സ്പേസിൽ കിടക്കുമ്പോ നമ്മുടെ പ്രൈവസിയാണ് നമ്മളൊരു ബെഡ് പോച്ച് കിടക്കുന്നത് അല്ലേ, ബെഡിൽ ഒരു ബ്ലാങ്കറ്റ് പോച്ച് കിടക്കുന്നത്. അതിന്റെ ഉള്ളിൽ സ്കാനറിനെ കണ്ണു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല, എനിക്ക് അവിടെ ഒരു സ്കാനർ കണ്ണ ഒന്നുമല്ല. ബിക്കോസ് ഈ സംഭവം നടന്നത് വളരെ മുമ്പാണ് അല്ലെ. അതിനുശേഷം എത്ര ദിവസം ശേഷം നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ സായി പറഞ്ഞു ഇത് വൈൽഡ് കാർഡ് വന്ന സമയത്ത് ഇത് അനുമോളോട് പറഞ്ഞു കൊടുത്ത സമയത്ത് അനുമോൾ ഇത് എന്തെങ്കിലും അടിക്കുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മറ്റേ ജിസേലിന്റെയും ആര്യന്റെയും പുതപ്പിശുവിനെ പറ്റിയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് ആദ്യം വീഡിയോയിൽ ഇത് പറയുന്നത്, ഇത് കത്തുന്നു. അപ്പൊ ആ സമയത്ത് ഇത് അനുമോൾ നമ്മളൊരു കാര്യം തുറന്നടിക്കണമെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. അനുമോളെ പോയി പ്രൊവോക്ക് ചെയ്തതിന്റെ തെറ്റ് വൈൽഡ് കാർഡ്സ് ചെയ്തതാണോ? അല്ല, ഞാൻ പറയട്ടെ, ഞാനിപ്പോ എനിക്കൊരു വിശ്വാസമുണ്ട് ഇങ്ങനെ നടന്നു. അതെങ്ങനെ ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടെങ്കിൽ എന്റെ അടുത്ത് പുറത്തുനിന്ന് കളി കണ്ടു വന്ന ആൾക്കാർ വന്ന് 3-4 പേര് പറയുന്നു, എന്റെ ആ വിശ്വാസം ഞാൻ ഊട്ടി ഉറപ്പിക്കും. ശരി, അത് കഴിഞ്ഞതിന് ശേഷം ഊട്ടിയുറപ്പിച്ച ശേഷം അനുമോൾ അപ്പോഴും കാശും കൊടുത്ത് BB ഹൗസിനകത്ത് വിളിച്ചു വരുത്തി ഈ ഷോന്റെ ഭാഗമായി നിർത്തിയ ബിഗ് ബോസും ലാലേട്ടനും പറയാണ് അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നത്. അത് ഞാൻ പറയാം. അത് അപ്പോഴും അവിടെ സായിക്ക് തെറ്റി. ജിസയിലും ആര്യനും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് ലാലേട്ടനോ ബിഗ് ബോസ് ഷോ ചെയ്യുന്ന ആരും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ മറ്റേ അഞ്ജന നമ്പ്യാറിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ഏതോ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, അഭിലാഷിന്റെ അടുത്ത് ചോദിച്ച സമയത്താണെന്ന് തോന്നുന്നു, അഭിലാഷിന്റെ അടുത്ത് പറയുന്നുണ്ട് അനുമോള് പറഞ്ഞ ദിവസങ്ങളിലുള്ള 8 hours രാത്രിയിലുള്ള 8 hours ഫുട്ടേജ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തു, നമുക്ക് അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നമ്മൾ എങ്ങും പറയുന്നതും ഇല്ല. അപ്പോ ബിഗ് ബോസിനും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന്. മനസ്സിലായി? അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അനുമോൾക്ക് അവിടെ ശിക്ഷ കൊടുത്തേനെ. അത് സ്റ്റിൽ ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ അങ്ങനെ നടന്നാലും നടന്നില്ലെങ്കിലും അനുമോള് കാണിച്ചത് അന്ന് കാണിച്ച കാട്ടായങ്ങള് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരാണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമ്മള് ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ കളിയാക്കി വിടാം, അതൊക്കെ വേണമെങ്കിൽ ഒരു ഫൺ രീതിയിൽ പറഞ്ഞു വിടാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൈയോടെ വെക്കുവാണെങ്കിൽ എന്തുവാ രണ്ടുകൂടെ ആ ഒരു രീതിയിലൊക്കെ വിടാം. പക്ഷെ അനുമോൾ അങ്ങനല്ല. അനുമോൾ അവിടെ അവതരിപ്പിച്ച രീതി ഇവർ രണ്ടും കൂടി എന്തോ വലിയൊരു അപരാധം ചെയ്തു, ഈ ആര്യനും ജിസേലും കൂടെ. ഇപ്പൊ ഇൻ കേസ് ഇനി ആ ഒരു ഉമ്മ വെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ജിസേലിനെ കയറി പിടിച്ചൊന്നും അല്ലല്ലോ, ജിസേലിന്റെ സമ്മതപ്രകാരമാണല്ലോ ഉമ്മ വെച്ചത്. അതിപ്പോ അനുമോൾക്ക് എന്താണ് എന്താ പ്രശ്നം എന്താണ്? സമയത്ത് അനുമോൾ ഇത് പറയാനുണ്ടാവുന്ന സാഹചര്യം കണക്കിലെടുക്കണം. അതേപോലെ തന്നെ അനുമോൾ അനുമോൾ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവർ കടക്കുന്നുണ്ടോ അവരെന്ത് ചെയ്യുന്നുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല. ഞാനിത് പറഞ്ഞത് അനുമോളുടെ അമ്മേനെ പറഞ്ഞുകൊണ്ടാണ്. അവിടെ അനുമോളുടെ ഭാഗത്ത്, അനുമോൾ എന്ന പേഴ്സന്റെ ഭാഗത്ത് നമ്മള് ഇതൊക്കെ ചർച്ച ചെയ്ത് വിട്ട സാധനമാണ്, സ്റ്റില് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ തലേ ദിവസം അനുമോൾ ഇത് പൊട്ടിക്കും എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കും എന്നും പറയാനാണ് നിന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ആര്യനായിട്ട് ഉടക്കിയിട്ട് ആര്യൻ അനുമോളുടെ അമ്മയ്ക്ക് വിളിക്കണം. അത് അനുമോള് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടി നിന്ന സാധനമാണ്, അല്ലാതെ അമ്മയ്ക്ക് വിളിച്ചതിന്റെ പേരിൽ അടിച്ചതൊന്നും അല്ല. അനുമോള് നല്ല കുഞ്ഞാണല്ലോ, അതിന്റെ അകത്ത് ആരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും അമ്മൂമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒന്നും വിളിക്കാത്ത കുഞ്ഞാണല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നല്ല കുഞ്ഞ. ഇതൊക്കെയായിരുന്നു സായിയുടെയും
വിനുവിന്റെയും ആ ഒരു ലൈവിലെ മെയിൻ കുറച്ച് കാര്യങ്ങൾ. എന്നിട്ട് ഇന്നലെ വിനു ചെറിയൊരു ബൈറ്റും കൂടെ ഓൺലൈൻ മീഡിയാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഞാനൊന്ന് വെക്കാം. അതെ അതെ. അപ്പം അനുമോളെ നായികയായിട്ട് ഒരു നായികയാക്കിയിട്ട് വലിയൊരു പടം ചെയ്യാൻ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു അല്ല, അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ട്. നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ബാക്കപ്പ് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് മൂവി വരുന്നുണ്ട്. അതേപോലെ തന്നെ പല ഒരു അടിപൊളി പ്രൊജക്ട് വരുന്നുണ്ട്. അനിമോൾ നായികയായിട്ട് നല്ലൊരു സ്റ്റാർ ഹീറോ ആയിട്ട് ഒരു സാധനം വരുന്നുണ്ട്. അതെനിക്ക് ഉടനെ തന്നെ അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അനിമോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നായികയായിട്ട് എനിക്ക് താല്പര്യമില്ല, ഇതുപോലെ ക്യാരക്ടർ റോൾ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നായികയായിട്ടൊക്കെ കോഴ്സ് വരുന്നത് നല്ല ഹീറോസിന്റെ കൂടെയാണ്. അത് ആ പ്രൊജക്ട് വരുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഇത്ര നല്ല പ്രൊജക്ട്സ് ആണ് അനിമോൾക്ക് വരുന്നത്. ഡയറക്ടർ ഞാൻ ഒരു പടം ചെയ്യും, ഡെഫിനറ്റ്ലി ഒരു പടം ചെയ്യും. അതേപോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ പുള്ളിക്കാരനെ വെച്ചൊരു പടം വരുന്നുണ്ട്. അത് ഉടനെ 2-3 ദിവസം അനൗൺസ് ചെയ്യും. ശരിയാടേ, പറഞ്ഞത് ശരിയാട്ടോ. മറ്റേ 1 ലക്ഷം രൂപയുടെ കണക്ക് ശരിയാ. ഇപ്പൊ ഏതാണ്ട് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാ. 1 ലക്ഷം രൂപ വിനുവിന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വോട്ടായിട്ട് കൺവേർട്ട് ആയത്. ആ വോട്ടുകളൊന്നും നമുക്ക് എത്ര കാശ് കൊടുത്താലും കിട്ടത്തൊന്നാണ്. വോട്ടുകൾ കാശ് കൊടുത്ത് കിട്ടില്ല. കാരണം നമ്മൾ മലയാളികളെല്ലാം കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിസഭ തന്നെ വാഴപ്പോനെ. അങ്ങനെ കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. പിന്നെ ഞാൻ പറയുന്നത് ഇത്രയും വലിയ ഭൂരിപക്ഷം, കാരണം ഇതിന് മുമ്പത്തെ ആഴ്ച അനിമോൾക്ക് 2-3% കൂടുതലുണ്ടായുള്ളൂ വോട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് 15-16% കൂടുതൽ വോട്ട് കിട്ടി. അത് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ക്യാൻവാസ് ചെയ്തിട്ട് പോലും അത്രയും എനിക്ക് തോന്നുന്നു ഇവർ തൊപ്പിനെ പോലത്തെ ആൾക്കാർ ക്യാൻവാസ് ചെയ്തില്ലെങ്കിൽ ഇനിയും ഭൂരിപക്ഷം കൂടിയാണ്. അവിടെ ചെറിയൊരു പിഴവുണ്ട്. അനീഷിന് 43%, അനിമോൾക്ക് 57%. റൗണ്ട് ചെയ്താണ് പറയണത്. അന്നേരം ഒരു 14% ഡിഫറൻസ് ആണ് നമ്മൾ ആ ഒരു സ്ക്രീനിൽ ഇവരുടെ തമ്മിലുള്ള വോട്ടിന്റെ പെർസെന്റേജ് കാണിച്ചപ്പോൾ നമുക്ക് കണ്ടത്. ലാസ്റ്റ് വീക്കിൽ ലാലട്ടൻ പറയുന്നുണ്ട് ഏതാണ്ട് 38 ലക്ഷം വോട്ടാണ് ലാസ്റ്റ് വീക്കിലായിട്ട് മാത്രം കയറിയത്. ഈ 38 ലക്ഷം വോട്ട് 7 പേരിലോട്ട് സ്പ്ലിറ്റ് ആയി കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്കിൽ 7 പേരുണ്ടായിരുന്നു. ഫൈനലിസ്റ്റ് ആയിട്ട് വന്ന 5 പേരും പിന്നെ ആദിലയും നൂറയും. ഈ 7 പേർക്കൂടെ കിട്ടിയ വോട്ടാണ് 38 ലക്ഷം വോട്ട്. എന്നാൽ ഗ്രാൻഡ് ഫിനാലയിൽ TV സ്ക്രീനിൽ കാണിച്ച 100% എന്ന് പറയുന്നത് അനീഷിനും അനുമോൾക്കും ആകെ കിട്ടിയ വോട്ടിന്റെ 100%. ബാക്കിയുള്ളവരുടെ പെർസെന്റേജ് അതിനകത്ത് കാണിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു 14% ഉണ്ട്. ഇപ്പൊ അനുമോളെക്കാളും അനീഷിന് എന്തോ 1,60,000 1,50,000 വോട്ടിന്റെ ലീഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. എത്രമാത്രം ജെനുവിൻ ആണെന്നൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഇങ്ങനെ ലീക്കായി നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ കേട്ട ഒരു കാര്യമാണ് ഏതാണ്ട് 1,60,000 വോട്ട് മാത്രമാണ് അനീഷിനേക്കാൾ കൂടുതൽ അനുമോൾ കിട്ടിയെന്ന്. ഈ 38 ലക്ഷമാണ് ലാസ്റ്റ് വീക്കിൽ കിട്ടിയേക്കുന്ന വോട്ട്, ടോട്ടൽ വോട്ട്. ഈ 1,60,000 എന്ന് പറയുന്നത് ഈ 38 ലക്ഷത്തിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കുവാണെങ്കിൽ ഏതാണ്ട് 4.2% സംതിങ് എന്തേ വരത്തുള്ളൂ. അല്ലാതെ 14% ഒന്നും വരത്തില്ല. 4.2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും ഈ ബാക്കി എല്ലാവരുടെ വോട്ടിന്റെയും കൂടെ പെർസെന്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ അനുമോളും അനീഷും തമ്മിൽ ഒരു 4% ഡിഫറൻസ് ഉള്ളൂ. മനസ്സിലായ? അപ്രോക്സിമേറ്റ്ലി. അല്ലാതെ 14% ഇല്ല. ഞാൻ എന്റെ ഫൈനൽ വീഡിയോയുടെ റിവ്യൂ ഇട്ട സമയത്ത് എനിക്ക് ഈ ഒരു തെറ്റ് പറ്റിയിരുന്നു. 14% ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ നമ്മൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ വോട്ടിന്റെ പെർസെന്റേജും കൂടെ നോക്കണം. എന്നാലേ കറക്റ്റ് എത്ര ശതമാനത്തിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവത്തുള്ളൂ. ബാക്കി വീക്കുകളിലുള്ള ഫോട്ടോസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അനുമോളും അനീഷും തമ്മിൽ ഇങ്ങനെ നെക്ക് ടു നെക്ക് നിൽക്കുകയാണ്. 23, 24, 25, 26 അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബാക്കിയുള്ള ആളുകളുടെയും കൂടെ വോട്ട് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെയും കൂടെ മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 14% വന്നത്. അല്ലാതെ ഇവർ തമ്മിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഇല്ല. മനസ്സിലായ? അത് ഞങ്ങൾ മൈൽ സ്റ്റോൺ മീഡിയ കൊടുത്ത ഇന്റർവ്യൂവിൽ ആ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചാണ് സെൽഫി എടുത്തിട്ടുള്ളത്. സ്റ്റുഡിയോ ഫ്ലോറിൽ ബുട്ടിക്കിൽ വെച്ച് സെൽഫി എടുത്തിട്ടുള്ളത്. ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഇന്റർവ്യൂ എടുത്തത്. ആ ഡേറ്റ് നോക്കിയാൽ മതി. അത് പോകുന്നതിന്റെ തലേ ദിവസം എടുത്ത ഫോട്ടോയാണത്. അനുമായിട്ട് അങ്ങനെ വലിയ എനിക്ക് കുറെ നാളത്തെ സൗഹൃദം ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ കുറച്ചാളത്തെ ഫ്രണ്ട്സ് ആണ്. പോകുന്നതിന്റെ 1 മാസം 2 മാസം ആ ടൈം കാലയളവിൽ തന്നെയാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അനുമോളുമായിട്ട് കുറെ നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചിട്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സെൽഫിയാണ് വിനുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. 1-2 മാസത്തെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് വിനു പറയുന്നത്. വിനു ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഞാൻ അനുമോളുടെ എന്താ പറയാ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ. ഈ പറച്ചിൽ കേട്ടിട്ട് എവിടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് 2 മാസം മുമ്പാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ എവിടെങ്കിലും തോന്നിയ? പുള്ളിയുടെ സംസാരം കേട്ടുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇവർ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. അനുമോള് ബിഗ് ബോസിൽ പോകാൻ നേരത്ത് അനുമോൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിനുവിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ വിനു ആ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് കൊടുത്തതുപോലാണ് വിനു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ വന്നിരുന്ന് പറയുന്നു ഞങ്ങള് ബിഗ് ബോസിൽ പോകുന്ന 2 months മുമ്പാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയതാണ്. ഓരോന്നിങ്ങനെ മാറി മാറി പോകുന്ന പോക്ക് നോക്കണേ. ഇപ്പൊ അനുമോൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നാട്ടിൽ സ്വീകരണം കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടിരുന്നു. കണ്ടിരുന്നു. അത് ചെറിയ പരിപാടിയായിരുന്നു. കാരണം ആര്യനാട് വന്നിട്ട് അവിടുത്തെ ഒരു കവലയിൽ ഇറങ്ങിയില്ല എന്നൊക്കെ. അതൊരു റോഡാണ് ആക്ച്വലി. ആ റോഡിന്റെ സൈഡിൽ അവരൊരു സ്റ്റേജ് വെച്ചിട്ട് ഒരു ചെറിയ പരിപാടി അവിടുത്തെ ആൾക്കാർക്ക് മാത്രം കാണാം. ബിക്കോസ് ആര്യനാട് എന്ന സ്ഥലം വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന കുറച്ചധികം പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പരിപാടി നാട്ടുകാർ കാരണം നല്ലോണം ഹെൽപ്പ് ചെയ്ത ആൾക്കാർ, എല്ലാവരും വോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. സോ അവരെ കാണാനും അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും ചെറിയ പരിപാടി സംഘടിപ്പിച്ചു. നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞതും ചെറിയൊരു വെളുപ്പീരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അനുമോളുടെ നാട്ടിൽ വന്നപ്പോൾ കൂടിയ ക്രൗഡും അനീഷ്
അനീഷിന്റെ നാട്ടിൽ വന്നപ്പോൾ അനീഷിനെ കാണാൻ വേണ്ടി കൂടിയ ക്രൗഡിന്റെ ഒരു കമ്പാരിസൺ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നു. കപ്പടിച്ച് അനുമോളെ കാണാൻ അധികം ആളുകളൊന്നും ഇല്ല, പക്ഷെ അനീഷിനെ കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ക്രൗഡായിരുന്നു അനീഷിന്റെ നാട്ടിൽ. അനുമോള് കപ്പുമായിട്ട് വന്ന സമയത്തും വലിയ ക്രൗഡില്ല. അനുമോള് ഒരു ചെറിയൊരു സ്റ്റേജ്, അവരുടെ കവലയിൽ ഒരു സ്റ്റേജ് കെട്ടി പ്രോഗ്രാം നടത്തിയ സമയത്തും ഒരു ബിഗ് ബോസിന്റെ വിന്നറിന് കിട്ടുന്ന ക്രൗഡൊന്നും അനുമോൾക്ക് കിട്ടിയില്ല. അതിനൊരു എക്സ്പ്ലനേഷൻ പറയുന്ന പോലാണ് വിന്നുവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. കാര്യം വിന്നു പറയാണ് ആര്യനാട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോപ്പുലേഷൻ കുറഞ്ഞ ഒരു നാടാണ്, അവിടെ അത്രയും ക്രൗഡൊക്കെ ഉണ്ടാവത്തുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ടാണ് അവിടെ ക്രൗഡ് കുറഞ്ഞതെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നിൽക്കുകയാണ്. വിച്ച് മീൻസ് അനുമോൾക്ക് അല്ലാതെ തന്നെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ആര്യനാട് നാട് പോപ്പുലേഷൻ കുറവായതിന്റെ പേരിൽ ക്രൗഡ് കുറവായിരുന്നു എന്നുള്ളതാണ് വിനു പറയുന്ന കാര്യം നമുക്ക് സമ്മതിക്കാം. എന്നാൽ ഇന്നലെ അനുമോള് എന്തോ കാലിക്കട്ടം കണ്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അവിടെയും വലിയൊരു തിക്കും തിരക്കും ഒന്നും കണ്ടില്ല. അവിടെയും പോപ്പുലേഷൻ കുറവാ. ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ നമ്പർ 3 കണ്ടാണ് നമ്മുടെ കേരളം. അത്രയ്ക്ക് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാര്യം, പോപ്പുലേഷന്റെ കാര്യത്തിലല്ല, പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ അനുമോളിൽ പോകുന്ന സമയത്തുള്ള ഈ ഒരു ക്രൗഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വിന്നർക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം ഒന്നും, അല്ലെങ്കിൽ ആ ഒരു തിക്കും തിരക്കും ഒരു ജനത്തിരക്കും ഒന്നും അനുമോള് പോകുന്നിടത്ത് എങ്ങും കാണുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, കൂടുതൽ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ശരിയെങ്കിൽ